ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. കഴിഞ്ഞ 13 ദിവസം കൊണ്ട് 1300 പോയിന്റിലേറെ റാലി രേഖപ്പെടുത്തി ഇന്ത്യൻ മാർക്കറ്റ് കുതിപ്പ് തുടരുകയാണ്. ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എല്ലാ ആളുകളും പറയുന്ന പോലെ തന്നെ ഇൻഡെക്സിൻ്റെ ഒരു റാലി ആണെങ്കിൽ കൂടിയും അങ്ങനെ കൺസിഡർ ചെയ്താൽ പോലും ഈ ഒരു റാലി ഉണ്ടായിട്ടുള്ളതിൻ്റെ പ്രധാന കാരണം ഗ്ലോബൽ റാലിയാണ്. US മാർക്കറ്റും അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകളിലും എല്ലാം തന്നെ ഒരുമിച്ച് മുന്നേറുകയാണ്. ഈ ഒരു റാലിയിൽ DISൻ്റെ പങ്ക് അത് വളരെ വലുതാണ്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ FIIs ഈ വളരെ റീസെൻ്റായിട്ടാണ് ബൈ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. FIIs ഒരു മാസത്തിന് മുമ്പ് കണ്ടിന്യൂസ് സെല്ലായിരുന്നു. എല്ലാ മാസത്തിലും എല്ലാ ദിവസവും സെല്ല്. പക്ഷേ DIS എല്ലാ ദിവസവും ബൈ ചെയ്തു. അപ്പോൾ DIS എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനീസാണ് ഏറെക്കുറെ. അവരെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത നാട്ടുകാരാണ്, നമ്മളെപ്പോലെയുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു റാലിയിൽ പങ്കാളിയായിട്ടുള്ളത് DIS ആണെങ്കിൽ DISൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. അപ്പോൾ US മാർക്കറ്റിൽ ഈ നമ്മളുടെ Q2 റിസൾട്ട് വരികയാണ്. ആദ്യം വരുന്ന നമ്മളുടെ റിസൾട്ട് IT കമ്പനിയുടെ റിസൾട്ടാണ് വരുന്നത്. ഇൻഫോസിസ്, വിപ്രോ പോലെയുള്ള കമ്പനീസാണ് റിസൾട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ USലും IT കമ്പനീസാണ്. അപ്പോൾ അസഞ്ചർ എന്ന് പറയുന്ന USലെ മേജറായിട്ടുള്ള IT കമ്പനീസിൻ്റെ ആ ഒരു റവന്യൂ ഫോർകാസ്റ്റ് അത് അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് USലെയും അതുവഴി ഇന്ത്യയിലെ IT കമ്പനീസിനെയും ബാധിക്കുന്നത്. അപ്പോൾ അത് ഇന്നലെ അവിടെ പോസിറ്റീവായിരുന്നു. അപ്പോൾ അതാണ് ഇന്നലെ US മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം. കൂടാതെ തന്നെ ട്രെൻഡും BEL പോലെയുള്ള കമ്പനീസ് നിഫ്റ്റി 50ലേക്ക് ആഡായി. മാരുതി, നമുക്കറിയാം ദീപാവലി തുടങ്ങിയാണ്. ദീപാവലിയിൽ ഉത്തരേന്ത്യയിലെല്ലാം തന്നെ ആളുകൾ പുതിയതായിട്ട് വീട് വാങ്ങുന്നതും കാറ് വാങ്ങുന്നതൊക്കെ ദീപാവലിക്ക് സമയത്താണ്. പക്ഷെ അതിൻ്റെ റാലി ദീപാവലിക്ക് മുമ്പേ തന്നെ കണ്ടു കഴിഞ്ഞു. ഇന്നലെ മാരുതി ശക്തമായൊരു റാലി രേഖപ്പെടുത്തി ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 4 ലക്ഷം കോടി കവിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് മാരുതിനെ സംബന്ധിച്ച് വന്നത്. മാരുതി ഇന്നലെ 4.5% റാലിയാണുള്ളത്. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം US VIX 38% ഫോളായി. നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ അടച്ചു. FTSE, ഫ്രാൻസ്, ജർമ്മൻ എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഇന്ത്യ VIX ഇന്നലെയും നമ്മുടെ മാർക്കറ്റിൽ ഇന്ത്യ VIX 7% ഇടിഞ്ഞിരുന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഏഷ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവായ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡ് ചെയ്യുന്നു. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 65,000 ഒരു ബ്രേക്കൗട്ട് നടന്നു. ബിറ്റ്കോയിനിൽ ബ്രേക്കൗട്ട് പ്രധാനമായിട്ട് നടന്നിട്ടുണ്ട് ഇന്ന്. അതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള കാര്യം. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് ഇന്ത്യൻ കമ്പനികളിൽ കാണാം വിപ്രോ 2%, ഇൻഫോസിസ് 1.5% റാലി. എന്നാൽ HDFC ബാങ്ക് ഫ്ലാറ്റായിരുന്നു. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം IT സ്റ്റോക്കാണ്. IT സ്റ്റോക്ക് ഇന്ന് ഫോക്കസ് വരും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അസഞ്ചർ മികച്ച 3% റവന്യൂ ഫോർകാസ്റ്റാണ് ഉയർച്ച അവർ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബയോകോൺ ഒരു ഫാർമ സെക്ടറുള്ള കമ്പനിയാണ്. അപ്പോൾ അവരുടെ പുതിയൊരു മെഡിസിൻ മിഡിൽ ഈസ്റ്റിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനി, ഈഡൽ ഫിനാൻസ് എന്ന് പറയുന്ന ഇവരുടെ ഒരു പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 6.4% സ്റ്റേക്ക് വിൽക്കാനായിട്ടുള്ള പദ്ധതിയുണ്ട്. തങ്കമയിൽ ജ്വല്ലേഴ്സ് കമ്പനി അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഇഷ്യൂയിലൂടെ 600 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അദാനി ഗ്രീൻ എനർജി കമ്പനി ഇവർ 1150 കോടി രൂപക്ക് MVAC എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഇവർ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. റെയിൽടെൽ കമ്പനി ഇവർക്ക് മഹാരാഷ്ട്രയുടെ ഭാഗത്തുനിന്ന് മഹാരാഷ്ട്ര റൂറൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് 155 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റൈറ്റ്സ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവർ ഒരു ഡൽഹി മെട്രോയുടെ ഭാഗത്തുനിന്ന് ഒരു പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇൻഫോസിസ് കമ്പനി ഇവർ ഹൈപ്പർ ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് സാലി ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ടൈപ്പായി. NTPC കമ്പനി മഹാപ്രിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. 10 ജിഗാവാട്ട് റിന്യൂവബിൾ കപ്പാസിറ്റിയുള്ള പുതിയ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കിംസ് കമ്പനിക്ക് റേഡിയോളജി സർവീസസ് സെറ്റപ്പ് ചെയ്യാനായിട്ടൊരു ഓർഡർ ലഭിച്ചു. RVNL കമ്പനി ഇവർ എൻജിനീയേഴ്സ് ഇന്ത്യയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഓല ഇലക്ട്രിക് കമ്പനി
ദീപാവലി വരികയാണ്. അതിന് മുമ്പായിട്ട് ഇന്ത്യയിൽ ഉടനീളം ഇവരുടെ സെയിൽസ് ആൻഡ് സർവീസ് കമ്പനി എക്സ്പാൻഡ് ചെയ്യുകയാണ്. എസ്കോട്ട് കുബൂത്ത കമ്പനി ഒരു ട്രാക്ടർ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ചെയ്യാനായിട്ടുള്ളൊരു അപ്രൂവൽ RBIയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ന്യൂജൻ സോഫ്റ്റ്വെയറിന് 25 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടാണ് ന്യൂസ്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.